ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാർക്കോസ് എന്ന സീരീസിന്റെ ആദ്യ സീസണിന്റെ 3ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ പാബ്ലോ തന്റെ ആൾക്കാരെ വെച്ച് കൊളംബിയയിലുള്ള എല്ലാ പോലീസുകാരെയും കൊന്നുകളയുന്നത് കണ്ടതും പിൻസോയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ ജോലിയിൽ നിന്നെല്ലാം രാജിവെച്ച് പോകുന്നു. ഇതോടെ മുകളിൽ നിന്നുള്ള പ്രഷറെല്ലാം കൂടിയതും ഷസാർ സ്പെയിനിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ കരിയലോയെ പാബ്ലോയുടെ കേസിന് ഒരു തീരുമാനമാക്കാൻ വേണ്ടി തിരിച്ച് കൊളംബിയയിലേക്ക് എത്തിക്കുന്നു. അവിടെ കച്ചിത് ജൂഡിയെ പിടികൂടാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന പാബ്ലോനെയും അവളുടെ ആൾക്കാരെയുമാണ് കാണിക്കുന്നത്. ഈ സമയം ജൂഡി താൻ വരുന്നതിന് മുമ്പേ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയി എന്നറിഞ്ഞതും പാബ്ലോ അവിടെ ഉണ്ടായിരുന്ന ജൂഡിയുടെ ജോലിക്കാരുടെ അടുത്ത് ജൂഡി തന്നെ പറ്റിച്ചു കൊണ്ടുപോയ പൈസ വെച്ചാണ് നിങ്ങൾക്കെല്ലാം ശമ്പളം തന്നിരിക്കുന്നതെന്നും അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം ജീവൻ ബാക്കി വേണമെങ്കിൽ ജൂഡിയുടെ ലാബെല്ലാം എവിടെയാണെന്ന് തനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പറയുന്നു. ഇതേ സമയം ജൂഡി ശത്രുവിന്റെ ശത്രു മിത്രമെന്നോണം നേരെ കാർലിക്കാട്ടിലെ പാച്ചോയെ മീറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്നു. പാച്ചോ ബീഡിന് ചുറ്റും ഗാർഡ്സിനെ എല്ലാം വെച്ചിരിക്കുന്നത് കണ്ടതും ജൂഡി, നീ പാബ്ലോയെ പേടിച്ചുകൊണ്ടാണോ ഇത്രയും ആൾക്കാരെ എല്ലാം വെച്ചിരിക്കുന്നതെന്ന് അവനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ടതും പാച്ചോ, ഇതുപോലത്തെ പ്രൊട്ടക്ഷനൊന്നും ഇല്ലാത്തതിന്റെ പേരിലാണ് നിന്റെ ഭർത്താവും അനിയനും എല്ലാം മരിച്ചു പോയതെന്നും അതുകൊണ്ട് നീ വെറുതെ പാചകം പഠിച്ച് സമയം കളയാതെ മീറ്റിങ്ങിന് വേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കാൻ വേണ്ടി പറയുന്നു. അവിടെ കച്ചിത് കുറച്ചു കഴിഞ്ഞതും ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ വന്നിറങ്ങുന്ന കാളിക്കാട്ടിലെ മറ്റു 2 മെമ്പർമാരായിട്ടുള്ള സഹോദരന്മാരെയാണ് കാണിക്കുന്നത്. ആ സഹോദരന്മാരുടെ പേരാണ് ഹിൽബർട്ടോയും മിഗിലും. ഇവരെ പറ്റി നോക്കുകയാണെങ്കിൽ പണ്ട് ഒരു ബാങ്ക് മോഷണത്തിൽ നിന്നും തുടങ്ങിയ ശേഷം പിന്നീട് ലാഭം കൂടുതൽ കിട്ടുന്ന ബിസിനസ് എല്ലാം നോക്കി മയക്കുമരുന്നിലേക്കും അങ്ങനെ മയക്കുമരുന്ന് ബിസിനസ് എല്ലാം ഒരുവിധം ഡെവലപ്പായി വരുന്ന സമയം പാച്ചോയുമത്ത് കാർലിക്കാട്ടൽ എന്നൊരു കാർട്ടൽ ക്രിയേറ്റ് ചെയ്യുകയും വൈകാതെ പാബ്ലോയെ മീറ്റ് ചെയ്ത് അവർ ന്യൂയോർക്കിലേക്കുള്ള മേജർ സപ്ലൈയുടെ കാര്യമെല്ലാം റെഡിയാക്കി എടുക്കുന്നു. പ്രസന്റിൽ കാളിക്കാട്ടിലെ ഒരുപാട് പേരെയെല്ലാം പാബ്ലോ കൊന്നതുകൊണ്ട് ഹിൽബർട്ടോ ജൂഡിയുടെ അടുത്ത് തന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ടെന്നും ആ പ്ലാനിന്റെ ഭാഗമായി ജൂഡിയുടെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്ന പ്ലാന്റിന്റെ അഡ്രസ് എല്ലാം പാബ്ലോയ്ക്കും അതോടൊപ്പം ഡിഎയ്ക്കും ഇൻഫോം ചെയ്ത ശേഷം ഡിയെ കൊണ്ട് പാബ്ലോയെ കൊന്നുകളയിപ്പിക്കാമെന്നും അതിനുശേഷം അവർക്ക് സ്വസ്ഥമായി ബിസിനസ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അവളുടെ അടുത്ത് ഒരു ഓഫർ എല്ലാം കൊടുക്കുന്നു. എന്നാൽ ജൂഡിക്കാവട്ടെ ആദ്യമൊന്നും ഈ പ്ലാനിനോട് തീരെ താല്പര്യമില്ലെങ്കിലും ഹിൽബർട്ടോ പ്രസിഡന്റ് ഇപ്പോൾ കരീലോയെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന കാര്യമെല്ലാം അറിഞ്ഞതും ജൂഡിക്ക് ഹിൽബർട്ടോ പറഞ്ഞ ഈ പ്ലാൻ സക്സസ് ആവാൻ വേണ്ടി സാധ്യതയുണ്ടെന്ന് മനസ്സിലാവുന്നു. അവിടെ കച്ചിത് താൻ കൊളംബിയയിലേക്ക് തിരിച്ചെത്തി എന്ന കാര്യമെല്ലാം പാബ്ലോയെ അറിയിക്കാൻ വേണ്ടി ട്രക്ക് നിറച്ച് പോലീസുകാരെയും കൂട്ടിക്കൊണ്ട് മെഡലിയൻ ടൗണിലേക്ക് വന്നിരിക്കുന്ന കരീലോനെയാണ് കാണിക്കുന്നത്. കരീലോ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരുടെ അടുത്തും ഇനി നിങ്ങൾ പാബ്ലോയെ പ്രൊട്ടക്ട് ചെയ്താൽ തനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരുമെന്നും അതുകൊണ്ട് മര്യാദയ്ക്ക് പാബ്ലോനെ എല്ലാം കാണിച്ചു തരാൻ പറഞ്ഞുകൊണ്ട് അവിടെ ചുമലിലുണ്ടായിരുന്ന പാബ്ലോയുടെ ഒരു ചിത്രത്തിൽ മൂത്രമൊഴിച്ചു വയ്ക്കുന്നു. അവിടെ കച്ചിത് പാബ്ലോയുടെ ജോലിക്കാരനായിട്ടുള്ള ആ മോട്ടത്തലേനെയാണ് കാണിക്കുന്നത്. അവൻ പാബ്ലോയുടെ അടുത്ത് കരീലോ തിരിച്ച് ടൗണിലേക്ക് വന്നിട്ടുണ്ടെന്നും കൂടാതെ കരീലോ ചെയ്തു വെച്ച പ്രവൃത്തിയെ പറ്റിയെല്ലാം പാബ്ലോയുടെ അടുത്ത് പറയുന്നു. മിലിറ്ററി ഓഫീസർമാർക്ക് പാബ്ലോ ഇവർ വരുന്നതിന് മുമ്പെല്ലാം രക്ഷപ്പെട്ടു പോകാൻ കാരണം പാബ്ലോ തെരുവിലെ കുട്ടികൾക്കെല്ലാം സാറ്റലൈറ്റ് ഫോൺ കൊടുത്തിരിക്കുന്നതാണ് പ്രശ്നം എന്ന് മനസ്സിലായതും കരീലോ ജാവേറിനെയും കൂട്ടിക്കൊണ്ട് സാറ്റലൈറ്റ് ഫോൺ എല്ലാം കൈവശം വെച്ചിരിക്കുന്ന കുറേയധികം പിള്ളേരെ പിടിച്ചോണ്ട് വന്ന ശേഷം അവരോടെല്ലാം നിങ്ങൾ ഈ ചെയ്യുന്നത് രാജ്യദ്രോഹമാണെന്നും പാബ്ലോയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇനി നിങ്ങൾ പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് നിങ്ങളെ ജയിലിലിടേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരെ എല്ലാം ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കുന്നു. എന്നാൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തൻ വീണ്ടും പാബ്ലോയെ പറ്റി പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടതും ദേഷ്യം വന്ന കരീലോ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ബാക്കി പിള്ളേരെല്ലാം കാണുകെ അവനെ വെടിവെച്ച് കൊല്ലുന്നു. കൂടാതെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ പയ്യന്റെ കയ്യിൽ ഒരു ബുള്ളറ്റ് എല്ലാം കൊടുത്ത ശേഷം ഇത് താൻ പാബ്ലോയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണെന്നും അതുകൊണ്ട് ഈ ബുള്ളറ്റ് എല്ലാം മോൻ പാബ്ലോയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറയുന്നു. ജാബിറിന് കരീലോ ഒരു കുട്ടിയെ കൊന്നത് കണ്ടതും അത് വളരെ ഷോക്കിംഗ് ആയിട്ടെല്ലാം തോന്നുന്നു. അവൻ തിരിച്ച് ഓഫീസിൽ വന്നതും ആ വിഷ്വലെല്ലാം മനസ്സിൽ നിന്നും മായാത്തത് കൊണ്ട് ആ കുട്ടിയുടെ മരണത്തെ പറ്റി സ്റ്റീവിന്റെ അടുത്തും പറയുന്നു. സ്റ്റീവ് ആവട്ടെ തന്നെ കരീലോ ഈ ഓപ്പറേഷന് കൂട്ടിക്കൊണ്ടു പോകാത്ത ദേഷ്യത്തിലിരിക്കുന്നത് കൊണ്ട് അവൻ കരീലോയുടെ അടുത്ത് ചെന്ന് താൻ വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ഓഫീസറാണെന്നും അങ്ങനെയുള്ള തന്നെ ഈ ഓപ്പറേഷനിൽ നിന്നും മാറ്റി നിർത്താൻ പാടില്ലെന്ന് കരീലോയുടെ അടുത്ത് ചെറുതായി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നു. അവിടെ കക്ഷിത് കരീലോ ബുള്ളറ്റ് എല്ലാം കൊടുത്തു വെച്ചിട്ടുള്ള പയ്യൻ ആ ബുള്ളറ്റ് എല്ലാം പാബ്ലോയ്ക്ക് കൊണ്ട് കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ബുള്ളറ്റ് കൊടുത്തതും ആ ചെറിയ പയ്യൻ കരീലോ പറഞ്ഞ പ്രകാരം ഇത് നിന്റെ തലയിലിറക്കാനാണെന്ന് പാബ്ലോയുടെ അടുത്ത് പറയുന്നു. അവിടെ കച്ചിത്
രാത്രിയിൽ കരിയിലോ തിരിച്ച് ടൗണിലേക്ക് വന്നു എന്ന കാര്യമെല്ലാം അറിഞ്ഞതും അതിനെപ്പറ്റി പാബ്ലോയുമൊത്ത് സംസാരിക്കുന്ന ടാറ്റേനെയാണ് കാണിക്കുന്നത്. ടാറ്റയ്ക്ക് അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കോ എന്ന കാര്യത്തിൽ ടെൻഷനെല്ലാം വരുന്നുണ്ട് എന്ന് മനസ്സിലായതും പാബ്ലോ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും വരുന്നതായി തനിക്ക് തോന്നിയാൽ താൻ പിന്നെ മറ്റൊന്നും നോക്കാതെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് കൊളംബിയയിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോകുമെന്ന് ടാറ്റയ്ക്ക് സത്യം ചെയ്ത് കൊടുക്കുന്നു. അവിടെ കട്ട് ചെയ്ത് ജാബിയറിനെ മീറ്റ് ചെയ്യുന്ന ജൂഡിയുടെ ബോഡി ഗാർഡിനെയാണ് കാണിക്കുന്നത്. ബോഡി ഗാർഡ് ജാബിയറിന്റെ അടുത്ത് നമ്മൾ രണ്ടുപേരും ശത്രുക്കളാവുമെന്നും എന്നാൽ നമുക്കിടയിൽ ഒരു കോമൺ ശത്രുവായി ഇപ്പോൾ പാബ്ലോ ഉള്ളതുകൊണ്ട് നമുക്ക് അവന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനമാക്കാമെന്ന് പറഞ്ഞ് കാളി കാർട്ടൽ അവന്റെ അടുത്ത് പറഞ്ഞേൽപ്പിച്ചിട്ടുള്ള പ്ലാനെല്ലാം ജാബിയറിന്റെ അടുത്ത് പറയുന്നു. അവരുടെ പ്ലാനിങ്ങിനെ പറ്റിയെല്ലാം മനസ്സിലായതും ജാബിയർ ഈ കാര്യമെല്ലാം കരിയിലൂടെയും സ്റ്റീവിന്റെയും അടുത്ത് വന്ന് പറയുന്നു. ഇൻഫർമേഷൻ എല്ലാം കിട്ടിയതും കരിയിലോ തന്റെ ആൾക്കാരെ വിട്ടുകൊണ്ട് ജൂഡിയുടെ ലാബെല്ലാം റീച്ച് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. എന്നാൽ ഈ സമയം അവിടെ ഉണ്ടായിരുന്ന പാബ്ലോയുടെ ആൾക്കാർ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും മിലിറ്ററി ഫോഴ്സ് എല്ലാം അവരെ വെടിവെച്ച് കൊന്ന ശേഷം അവിടെ ഉണ്ടായിരുന്ന പാബ്ലോയുടെ മെയിൻ ആയിട്ടുള്ള 2 ജോലിക്കാരെ അറസ്റ്റ് ചെയ്ത് കരിയിലോടെ കയ്യിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നു. ആ അറസ്റ്റ് ചെയ്ത 2 പേരെയും കൂട്ടി കരിയിലോ ഹെലികോപ്റ്ററിൽ പോകുന്ന സമയം കരിയിലോ അവരുടെ അടുത്ത് പാബ്ലോക്ക് നീയൊന്നും മരിച്ചാലും ഒരു പ്രശ്നം പോലും ഇല്ലെന്നും അങ്ങനെയുള്ളപ്പോൾ നീയൊക്കെ പാബ്ലോക്ക് വേണ്ടി എന്തിനാണ് ചാവാൻ വേണ്ടി നടക്കുന്നതെന്ന് ചോദിക്കുന്നു. എന്നാൽ ഈ സമയം അവർ വീണ്ടും പാബ്ലോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടതും ദേഷ്യം വന്ന കരിയിലോ അവരെ 2 പേരെയും സ്റ്റീവിന്റെ മുമ്പിൽ വെച്ച് ഹെലികോപ്റ്ററിൽ നിന്നും തള്ളി താഴേക്ക് ഇടുന്നു. അവിടെ കട്ട് ചെയ്ത് ആ ചെറിയ പയ്യനെയും കൂട്ടിക്കൊണ്ട് വലേറിയെ കാണാൻ ചെന്നിരിക്കുന്ന പാബ്ലോനെയാണ് കാണിക്കുന്നത്. പാബ്ലോ ആ കൊച്ചു പയ്യന്റെ അടുത്ത് വലേറിയോട് കരിയിലോ ആ പയ്യനെ വെടിവെച്ചെന്ന കാര്യമെല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുന്നു. അവിടെ കട്ട് ചെയ്ത് ബോഡി ഗാർഡ് ജോഡിയെ കോൾ ചെയ്തുകൊണ്ട് അവരുടെ പ്ലാൻ എല്ലാം വിചാരിച്ച പോലെ സക്സസ് ആയെന്നും പാബ്ലോയുടെ 2 ആൾക്കാരെയാണ് കരിയിലോ കൊന്നു കളഞ്ഞിരിക്കുന്നതെന്ന് ഫോണിലൂടെ പറയുന്നു. ഇതേ സമയം ഈ വാർത്തയെല്ലാം കേട്ടതും ഹിൽബർട്ടോ ലാബ് നഷ്ടപ്പെട്ടാലും പാബ്ലോയുടെ തകർച്ചയെല്ലാം തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ജൂഡിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയെല്ലാം നോക്കുന്നു. തിരക്കുകളെല്ലാം കഴിഞ്ഞ് പാബ്ലോ രാത്രി വീട്ടിലേക്ക് വന്നതും അവന്റെ ജോലിക്കാരനായിട്ടുള്ള മൊട്ടത്തലയൻ കരിയിലോ ലാബ് ആക്രമിച്ച് അവരുടെ 2 ആൾക്കാരെ കൊന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ടതും ലാബും കൂടാതെ തന്റെ വിശ്വസ്തരായിട്ടുള്ള 2 ആൾക്കാരെ നഷ്ടപ്പെട്ടതോർത്ത് ആ വിഷമത്തിൽ നേരെ തന്റെ വൈഫിന്റെ റൂമിലേക്ക് പോയി അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അവിടെ കട്ട് ചെയ്ത് ഓഫീസിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റീവിനെയാണ് കാണിക്കുന്നത്. ഈ സമയം അവൻ കോണിയെ കോൾ ചെയ്തുകൊണ്ട് കരിയിലോ 2 ആൾക്കാരെയെല്ലാം ഹെലികോപ്റ്ററിൽ നിന്നും തള്ളിയിട്ടത് തന്റെ മനസ്സിൽ നിന്നും ഇതുവരെ പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോണിയുടെ അടുത്ത് തന്റെ മനസ്സിലെ വിഷമങ്ങളെല്ലാം പറയുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.